ഓം ശാന്തി 30-4-2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ നിങ്ങളെ പുരുഷോത്തമനാകുന്നതിന് വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ കനിഷ്ഠനിൽ നിന്നും ഉത്തമ പുരുഷനാകുന്നു. ഏറ്റവും ഉത്തമർ ദേവതമാരാണ്. ചോദ്യം: ഇവിടെ നിങ്ങൾ കുട്ടികൾ സത്യുഗത്തിൽ ഇല്ലാത്ത ഏത് പരിശ്രമമാണ് ചെയ്യുന്നത്? ഉത്തരം: ഇവിടെ നിങ്ങൾ ദേഹസഹിതം ദേഹത്തിന്റെ സർവസംബന്ധങ്ങളും മറന്ന് ആത്മ അഭിമാനിയായി ശരീരം ഉപേക്ഷിക്കുന്നതിൽ വളരെ പരിശ്രമിക്കുന്നു. സത്യുഗത്തിൽ പരിശ്രമമില്ലാതെ ഇരിക്കെ ശരീരം ഉപേക്ഷിക്കും. നമ്മൾ ആത്മാവാണ്. നമുക്ക് ഈ പഴയ ലോകം, പഴയ ശരീരം ഉപേക്ഷിക്കണം, പുതിയത് എടുക്കണം. ഇപ്പോൾ ഈ പരിശ്രമം അഥവാ അഭ്യാസമാണ് ചെയ്യുന്നത്. സത്യുഗത്തിൽ ഈ അഭ്യാസത്തിന്റെ ആവശ്യമില്ല. ഗീതം: ദൂരദേശത്ത് വസിക്കുന്നവനെ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ അറിയുന്നു, അതായത് വീണ്ടും, എന്നാൽ കൽപ്പകൽപ്പത്തിന് ശേഷം. ഇതിനെയാണ് പറയുന്നത് വീണ്ടും ദൂരദേശത്ത് വസിക്കുന്നവൻ പരദേശത്ത് വന്നു. ഇത് കേവലം ആ ഒരേയൊരു ബാബയെക്കുറിച്ചാണ് പാടുന്നത്. എല്ലാവരും ഓർമ്മിക്കുന്നത് ആ ബാബയെ തന്നെയാണ്. ബാബ വിചിത്രനാണ്. ബാബയ്ക്ക് തന്റേതായ ശരീരം ഇല്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ പോലും ദേവതയാണ്. ശിവ ഭഗവാനു വാച എന്ന് പറയുന്നു. പരംധാമത്തിലാണ് വസിക്കുന്നത്. ആ ബാബയെ സുഖധാമത്തിൽ ആരും വിളിക്കുന്നില്ല. ദുഃഖധാമത്തിൽ എല്ലാവരും വിളിക്കുന്നു. ബാബ വരുന്നതും സംഗമയുഗത്തിലാണ്. ഇത് നമ്മൾ കുട്ടികൾ അറിയുന്നു. സത്യുഗത്തിൽ മുഴുവൻ വിശ്വത്തിലും നമ്മൾ പുരുഷോത്തമരാണ് വസിച്ചിരുന്നത്. അവിടെ മധ്യമം, കനിഷ്ഠം ഇല്ല. ഉത്തമനിലും ഉത്തമ പുരുഷൻ ഈ ശ്രീ ലക്ഷ്മി നാരായണൻ ആണല്ലോ. ശ്രീ ശ്രീ ശിവബാബയാണ് അവരെ അങ്ങനെയാക്കി മാറ്റിയത്. ശ്രീ ശ്രീ എന്ന് ആ ശിവബാബയെ തന്നെയാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് സന്യാസിമാർ പോലും സ്വയത്തെ ശ്രീ ശ്രീ എന്ന് പറയുന്നു. അതിനാൽ ബാബ തന്നെ വന്ന് ഈ സൃഷ്ടിയെ പുരുഷോത്തമമാക്കുന്നു. സത്യുഗത്തിൽ മുഴുവൻ സൃഷ്ടിയിലും പുരുഷോത്തമർ തന്നെയാണ് വസിച്ചിരുന്നത്. ഉത്തമനിലും ഉത്തമൻ, കനിഷ്ഠനിലും കനിഷ്ഠം. ഇതിന്റെ വ്യത്യാസം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. കനിഷ്ഠ മനുഷ്യർ തന്റെ അധമ അവസ്ഥ കാണിക്കുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ ആരായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ സ്വർഗവാസി പുരുഷോത്തമനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് സംഗമയുഗം. നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം പുതിയതാകുന്നു. പഴയതിൽ നിന്ന് പുതിയത്, പുതിയതിൽ നിന്ന് പഴയത് തീർച്ചയായും ആകുന്നു. പുതിയത് സത്യുഗം, പഴയത് കലിയുഗം. ബാബ സത്യമായ സ്വർണം, സത്യം പറയുന്നവൻ ആകുന്നു. ആ ബാബയെ ട്രൂത്ത്, അതായത് സത്യം എന്ന് പറയുന്നു. എല്ലാ സത്യവും പറഞ്ഞു തരുന്നു. ഈശ്വരൻ സർവവ്യാപിയാണെന്ന് ആരാണോ പറയുന്നത് അത് അസത്യമാണ്. അതിനാൽ ബാബ ഇപ്പോൾ പറയുന്നു, അസത്യം കേൾക്കരുത്, മോശമായത് കേൾക്കരുത്, മോശമായത് കാണരുത്. രാജവിദ്യയുടെ കാര്യം വേറെയാണ്. അല്പകാല സുഖത്തിനു വേണ്ടി മാത്രമാണ് അത്. അടുത്ത ജന്മത്തിൽ വീണ്ടും പുതുതായി പഠിക്കണം. അത് അല്പകാല സുഖം. ഇത് 21 ജന്മം, 21 തലമുറയ്ക്ക് വേണ്ടി. വാർദ്ധക്യം വരെയാണ് തലമുറ എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകില്ല. ഇവിടെ നോക്കൂ എങ്ങനെയെല്ലാം അകാല മൃത്യു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തിലും മരിച്ചു പോകുന്നു. നിങ്ങളിപ്പോൾ കാലന്റെ മേൽ വിജയം നേടിക്കൊണ്ടിരിക്കുന്നു. അറിയുന്നു അത് അമരലോകമാണ്. ഇത് മൃത്യു ലോകമാണ്.
അവിടെ വയസ്സാകുമ്പോൾ സാക്ഷാത്കാരവും ഉണ്ടാകും. നമ്മൾ ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് കുട്ടിയായി ജന്മമെടുക്കും. വയസ്സ് പൂർത്തിയാകുമ്പോൾ ശരീരം ഉപേക്ഷിക്കും. പുതിയ ശരീരം ലഭിക്കുമെങ്കിൽ അത് നല്ലതല്ലേ? ഇരിക്കെ സന്തോഷത്തോടെ ശരീരം ഉപേക്ഷിക്കും. ഇവിടെ ആ അവസ്ഥയിലിരുന്ന് ശരീരം ഉപേക്ഷിക്കുന്നതിന് പരിശ്രമിക്കുന്നു. ഇവിടത്തെ പരിശ്രമം അവിടെ സാധാരണമായി മാറുന്നു. ഇവിടെ ദേഹസഹിതം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മറക്കണം. സ്വയത്തെ ആത്മാവ് എന്ന് മനസ്സിലാക്കണം. ഈ പഴയ ലോകത്തെ ഉപേക്ഷിക്കണം. പുതിയ ശരീരം എടുക്കണം. ആത്മാവ് സതോപ്രധാനമായിരുന്നപ്പോൾ സുന്ദര ശരീരം ലഭിച്ചു. പിന്നീട് കാമവികാരത്തിന്റെ ചിതയിൽ ഇരുന്നതിലൂടെ കറുത്ത് തമോ പ്രധാനമായി. അതിനാൽ ശരീരവും ശ്യാമവർണ്ണത്തിലുള്ളത് ലഭിച്ചു. സുന്ദരനിൽ നിന്ന് കറുപ്പായി മാറി. കൃഷ്ണന്റെ പേര് കൃഷ്ണൻ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ശ്യാമസുന്ദരൻ എന്ന് പറയുന്നു? ചിത്രങ്ങളിലും കൃഷ്ണന്റെ ശരീരം കറുപ്പായി കാണിക്കുന്നു. പക്ഷെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, സതോപ്രധാനമായിരുന്നപ്പോൾ സുന്ദരനായിരുന്നു. ഇപ്പോൾ തമോ പ്രധാന കറുപ്പായി. സതോപ്രധാനം പുരുഷോത്തമം, തമോ പ്രധാനം കനിഷ്ഠം. ബാബയാണെങ്കിൽ സദാ പവിത്രമാണ്. ബാബ വരുന്നത് തന്നെ നമ്മളെ സുന്ദരനാക്കുവാനാണ്. വഴികാട്ടിയാണല്ലോ. കൽപ്പകൽപ്പം വരുന്നു. ഇല്ലായെങ്കിൽ പഴയ ലോകത്തെ ആര് പുതിയതാക്കും? ഇത് പതീതവും ചീച്ചി ലോകവുമാണ്. ഈ കാര്യങ്ങൾ ലോകത്തുള്ള ആരും അറിയുന്നില്ല. ഇപ്പോൾ നമ്മൾ അറിയുന്നു. ബാബ നമ്മളെ പുരുഷോത്തമനാക്കുവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ദേവതയാകുന്നതിന് വേണ്ടി നമ്മൾ ബ്രാഹ്മണരായിരിക്കുന്നു. നമ്മൾ സംഗമയുഗി ബ്രാഹ്മണരാണ്. ഇപ്പോൾ സംഗമയുഗമാണെന്ന് ലോകത്തെ ആർക്കും അറിയില്ല. കാരണം ശാസ്ത്രങ്ങളിൽ ലക്ഷക്കണക്കിന് വർഷം കൽപ്പത്തിന്റെ ആയുസ് എന്നെഴുതി. അതിനാൽ വിചാരിക്കുന്നു കലിയുഗം ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയാണ് എന്ന്. നിങ്ങളിപ്പോൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നു, നമ്മൾ ഉത്തമനിലും ഉത്തമൻ കലിയുഗി പതീതത്തിൽ നിന്ന് സത്യുഗി പാവനം മനുഷ്യനിൽ നിന്ന് ദേവതയാകുവാൻ ഇവിടെ വന്നു. ഗ്രന്ഥത്തിലും മഹിമ പാടുന്നു, അഴുക്കായ വസ്ത്രം അലക്കി. പക്ഷെ ഗ്രന്ഥം പഠിക്കുന്നവർ പോലും അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഈ സമയം ബാബ വന്ന് മുഴുവൻ ലോകത്തിലെ മനുഷ്യരെയും ശുദ്ധമാക്കുന്നു. നിങ്ങൾ ആ ബാബയുടെ മുന്നിൽ ഇരിക്കുന്നു. ബാബ തന്നെയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനം ആരും അറിയുന്നില്ല. ബാബ ജ്ഞാനസാഗരനാണ്, സത്യമാണ്, ചൈതന്യമാണ്, അമരനാണ്, പുനർജന്മരഹിതനാണ്. നിങ്ങൾക്കിപ്പോൾ ബാബ 21 ജന്മത്തേക്ക് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് അവിനാശി പഠിത്തമാണ്. പഠിപ്പിക്കുന്നതും അവിനാശി ബാബ. പകുതി കൽപ്പം നിങ്ങൾ രാജ്യം നേടുന്നു. പിന്നീട് രാവണ രാജ്യമാകുന്നു. പകുതി കൽപ്പം രാമരാജ്യം, പകുതി കൽപ്പം രാവണരാജ്യം. പ്രാണനേക്കാളും സ്നേഹം ഒരു ബാബയോടാണ്. എന്തുകൊണ്ടെന്നാൽ ആ ബാബ നിങ്ങൾ കുട്ടികളെ എല്ലാ ദുഃഖത്തിൽ നിന്നും മുക്തമാക്കി അപാര സുഖത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ നിശ്ചയത്തോടെ പറയുന്നു, അത് നമ്മുടെ പ്രാണനേക്കാളും പ്രിയപ്പെട്ട പാരലൗകിക പിതാവാണ്. ആത്മാവിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും ആ ബാബയെ ഓർമ്മിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ബാബ പകുതി കൽപ്പത്തേക്ക് ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കി ശാന്തി സുഖം നൽകുന്നു. അതിനാൽ പ്രാണനേക്കാളും പ്രിയമായതാണ്. നിങ്ങൾക്കറിയാം, സത്യയുഗത്തിൽ നമ്മൾ സദാ സുഖത്തിലായിരുന്നു. ബാക്കിയുള്ളവർ ശാന്തിധാമത്തിലേക്ക് മടങ്ങിപ്പോകും. പിന്നീട് രാവണ രാജ്യമാകുമ്പോൾ ദുഃഖം തുടങ്ങും. ദുഃഖത്തിന്റെയും സുഖത്തിന്റെയും കളിയാണ്.
മനുഷ്യർ മനസ്സിലാക്കുന്നു ഇവിടെ തന്നെയാണ് ഇപ്പോൾ സുഖം, ഇപ്പോൾ ദുഃഖം. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ അറിയുന്നു സ്വർഗം വേറെയാണ്, നരകം വേറെയാണ്. സ്വർഗത്തിന്റെ സ്ഥാപന രാമൻ ചെയ്യുന്നു, നരകത്തിന്റെ സ്ഥാപന രാവണൻ ചെയ്യുന്നു. രാവണന്റെ കോലം ഓരോ വർഷവും കത്തിക്കുന്നു. പക്ഷെ എന്തിന് കത്തിക്കുന്നു? എന്ത് വസ്തുവാണ്? ഒന്നും അറിയുന്നില്ല. എത്ര ചെലവ് ചെയ്യുന്നു, എത്ര കഥകൾ ഇരുന്ന് കേൾപ്പിക്കുന്നു. രാമന്റെ സീതാദേവിയെ രാവണൻ കൊണ്ടുപോയി. മനുഷ്യരും മനസ്സിലാക്കുന്നു അങ്ങനെ സംഭവിച്ചിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും കർത്തവ്യം അറിയാം. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്. മുഴുവൻ ലോകത്തിന്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒരു മനുഷ്യരും അറിയുന്നില്ല. ബാബയാണ് അറിയുന്നത്. ബാബയെ ലോകത്തിന്റെ രചയിതാവ് എന്നും പറയില്ല. ലോകം ഉള്ളത് തന്നെയാണ്. ബാബ കേവലം വന്ന് ഈ ചക്രം എങ്ങനെ കറങ്ങുന്നു എന്ന ജ്ഞാനം നൽകുന്നു. ഭാരതത്തിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? എന്താ ദേവതമാർ ആരോടെങ്കിലും യുദ്ധം ചെയ്തുവോ? അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പകുതി കൽപ്പത്തിന് ശേഷം രാവണ രാജ്യം ആരംഭിക്കുന്നതിലൂടെ ദേവതമാർ വാമമാർഗത്തിലേക്ക് പോകുന്നു. ബാക്കി ആരോ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അങ്ങനെയൊന്നുമില്ല. സേനയുടെ കാര്യമൊന്നുമില്ല. യുദ്ധത്തിലൂടെ രാജ്യം നേടുന്നുമില്ല, നഷ്ടപ്പെടുത്തുന്നുമില്ല. ഇത് യോഗത്തിൽ ഇരുന്ന് പവിത്രമായി പവിത്ര രാജ്യം നിങ്ങൾ സ്ഥാപിക്കുകയാണ്. ബാക്കി കയ്യിൽ ആയുധമൊന്നുമില്ല. ഇത് ഡബിൾ അഹിംസയാണ്. 1 പവിത്രതയുടെ അഹിംസ, 2 നിങ്ങൾ ആർക്കും ദുഃഖം കൊടുക്കുന്നില്ല. കാമവികാരത്തിന്റെ ഹിംസയാണ് ഏറ്റവും വലിയ ഹിംസ. അത് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നു. രാവണ രാജ്യത്തിലാണ് ദുഃഖം ആരംഭിക്കുന്നത്. രോഗങ്ങളും ആരംഭിക്കുന്നു. എത്രമാത്രം രോഗമാണ്! അനേകം പ്രകാരത്തിലുള്ള മരുന്നുകളും ഇറങ്ങുന്നു. പക്ഷേ രോഗിയായല്ലോ. നിങ്ങൾ ഈ യോഗബലത്തിലൂടെ 21 ജന്മത്തേക്ക് നിരോഗിയാകുന്നു. അവിടെ ദുഃഖം, രോഗം ഇതിന്റെ പേരോ അടയാളമോ ഇല്ല. ആ ലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ അറിയുന്നു ഭഗവാൻ നമ്മളെ പഠിപ്പിച്ച് ഭഗവാൻ ഭഗവതി ആക്കുന്നു. പഠിത്തവും എത്ര സഹജമാണ്. 1/4 മണിക്കൂർ കൊണ്ട് മുഴുവൻ ചക്രത്തിന്റെയും ജ്ഞാനം മനസ്സിലാക്കി തരുന്നു. 84 ജന്മം ആരാര് എടുക്കുന്നു ഇത് നിങ്ങൾ അറിയുന്നു. നിരാകാരനായ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭഗവാന്റെ സത്യമായ പേര് ശിവൻ എന്നാണ്. മംഗളകാരിയാണല്ലോ. സർവരുടെയും മംഗളകാരി, സർവരുടെയും സദ്ഗതി ദാതാവ്, ഉയർന്നതിലും ഉയർന്ന ബാബയാണ്. ഉയർന്നതിലും ഉയർന്ന മനുഷ്യരാക്കി മാറ്റുന്നു. ബാബ പഠിപ്പിച്ച് യോഗ്യരാക്കി മാറ്റിയിട്ട് പറയുന്നു, ഇനി നിങ്ങൾ പോയി പഠിപ്പിക്കൂ. ഈ ബ്രഹ്മകുമാർ കുമാരിമാരെ പഠിപ്പിക്കുന്നത് ശിവബാബയാണ്. ബ്രഹ്മാവിലൂടെ നിങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ്. പ്രജാപിത ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? ഈ കാര്യത്തിൽ തന്നെയാണ് ആശയക്കുഴപ്പം. ഇദ്ദേഹത്തിനെ ദത്തെടുത്തിരിക്കുന്നു. പറയുന്നു വളരെ ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിൽ. വളരെ ജന്മങ്ങൾ എടുത്തിട്ടുള്ളത് ആരാണ്? ഈ ലക്ഷ്മി നാരായണനാണ് പൂർണമായും 84 ജന്മങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണനെ ശ്യാമസുന്ദരൻ എന്ന് പറയുന്നത്. നമ്മൾ സുന്ദരന്മാരായിരുന്നു. പിന്നെ 2 കല കുറഞ്ഞു. കലകൾ നഷ്ടമായി. ഇപ്പോൾ ഒരു കലയും ഇല്ലാത്തവരായി. ഇനി തമോ പ്രധാനത്തിൽ നിന്നും എങ്ങനെ സത്തോ പ്രധാനമാകും? ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമാകും. ഇത് രുദ്രജ്ഞാന യജ്ഞമാണെന്നും അറിയാം. യജ്ഞത്തിന് ബ്രാഹ്മണരെ വേണം.
സത്യമായ ഗീത കേൾപ്പിക്കുന്ന ബ്രാഹ്മണരാണ് നിങ്ങൾ കുട്ടികൾ. അതുകൊണ്ട് സത്യമായ ഗീതാ പാഠശാല എന്ന് നിങ്ങൾ എഴുതി വെക്കുന്നു. ആ ഗീതയിൽ പേര് തന്നെ മാറ്റിക്കളഞ്ഞു. പിന്നെ കഴിഞ്ഞ കൽപ്പത്തിൽ ആരെല്ലാം സമ്പത്തെടുത്തിട്ടുണ്ടോ അവരെല്ലാം അതുപോലെ തന്നെ എടുക്കും. തന്റെ ഹൃദയത്തിനോട് ചോദിക്കൂ, എനിക്ക് പൂർണമായും സമ്പത്തെടുക്കുവാൻ സാധിക്കുമോ? മനുഷ്യർ ശരീരം ഉപേക്ഷിക്കുമ്പോൾ വെറും കൈയോടെയാണ് പോകുന്നത്. ആ വിനാശിയായ സമ്പാദ്യം ഒപ്പം വരില്ല. നിങ്ങൾ ശരീരം വിട്ടുപോകുമ്പോൾ നിറഞ്ഞ കൈയോടെ പോകുന്നു. കാരണം 21 ജന്മത്തേക്ക് നിങ്ങൾ തനിക്ക് വേണ്ടി സമ്പാദിക്കുകയാണ്. മനുഷ്യരുടെ സമ്പാദ്യം മുഴുവൻ മണ്ണിൽ പൂണ്ടുപോകും. അതിനാൽ നമുക്ക് എന്തുകൊണ്ട് ബാബയ്ക്ക് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്തുകൂടാ? വളരെ ദാനം ചെയ്യുന്നവർ അടുത്ത ജന്മത്തിൽ സമ്പന്നരാകുന്നു. ട്രാൻസ്ഫർ ചെയ്യപ്പെടുമല്ലോ. ഇപ്പോൾ നിങ്ങൾ 21 ജന്മത്തേക്ക് വേണ്ടി പുതിയ ലോകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനു പകരമായി നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് കിട്ടുന്നു. അവർ ഒരു ജന്മത്തേക്ക് അല്പകാലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 21 ജന്മത്തേക്ക് വേണ്ടിയാണ്. ബാബ ദാതാവ് തന്നെയാണ്. ഇത് ഡ്രാമയിൽ ഉള്ളതാണ്. ആരെത്ര ചെയ്യുന്നുവോ അതിനുള്ളത് നേടുന്നു. ഇവർ ഇൻഡയറക്റ്റ് ദാനപുണ്യം ചെയ്യുന്നത് കൊണ്ട് അല്പകാലത്തേക്ക് പകരം കിട്ടുന്നു. ഇവിടെ ഡയറക്റ്റ് ആണ്. ഇപ്പോൾ എല്ലാം പുതിയ ലോകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ബ്രഹ്മാവിനെ നോക്കൂ, എത്ര സമർത്ഥനാണ്. എല്ലാം ഈശ്വരൻ തന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, അതെല്ലാം എനിക്ക് തരൂ. ഞാൻ നിങ്ങൾക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി തരുന്നു. ബ്രഹ്മബാബ ഉടൻ തന്നെ നൽകി, ചിന്തിച്ചില്ല. ഫുൾ പവറും നൽകി. എനിക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി കിട്ടാൻ പോവുകയാണ് എന്ന ലഹരി കയറി. കുട്ടികളെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. നൽകുന്നയാൾ ഈശ്വരനാണെങ്കിൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം എന്തിനെടുക്കണം? 21 ജന്മത്തേക്ക് വേണ്ടി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്ന കാര്യം ബ്രഹ്മബാബയെ കണ്ട് ഫോളോ ചെയ്യൂ. പ്രജാപിത ബ്രഹ്മാവ് ചെയ്തില്ലേ? ഈശ്വരൻ ദാതാവാണ്. ഈശ്വരനാണ് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. നമ്മൾ ബാബയിൽ നിന്ന് ചക്രവർത്തി പദവി എടുക്കുവാനാണ് വന്നതെന്ന് നിങ്ങൾക്കും അറിയാം. ദിവസം ചെല്ലുന്തോറും സമയം കുറഞ്ഞു വരുന്നു. ആപത്തുകൾ അങ്ങനെയുള്ളത് വരും, ചോദിക്കുകയേ വേണ്ട. വ്യാപാരികളുടെ ശ്വാസം തന്നെ കൈപ്പിടിയിലാണ്. നഷ്ടക്കച്ചവടം ഒന്നും വരരുത്. സൈനികരുടെ മുഖം കാണുമ്പോൾ മനുഷ്യർക്ക് ബോധക്ഷയം വരും. മുന്നോട്ടു പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടും. സ്വർണമൊന്നും സൂക്ഷിച്ചു വെക്കാനും സമ്മതിക്കില്ല. പിന്നെ നിങ്ങളുടെ അടുക്കൽ എന്തവശേഷിക്കാനാണ്? പൈസ ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും വാങ്ങിക്കുവാൻ സാധിക്കൂ. നോട്ടുകൾ ഉപയോഗിക്കുവാനും പറ്റില്ല. രാജ്യം മാറും. അന്തിമത്തിൽ വളരെ ദുഃഖിച്ചു മരിക്കും. ഒരുപാട് ദുഃഖിച്ചതിനു ശേഷം സുഖമുണ്ടാകും. ഇതാണ് രക്തച്ചൊരിച്ചിലിന്റെ കളി. പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും. ഇതിനെല്ലാം മുൻപേ ബാബയിൽ നിന്നും സമ്പത്തെടുക്കണം. യാത്രകളൊക്കെ ചെയ്തോളൂ, പക്ഷെ ബാബയെ ഓർമ്മിക്കണം. എങ്കിൽ പാവനമാകും. പിന്നെ ആപത്തുകൾ ഒരുപാട് വരും. ഒരുപാട് പേരുടെ നിലവിളികൾ ഉയരും. അന്തിമത്തിൽ ഒരു ശിവബാബ മാത്രം ഓർമ്മ വരുവാൻ നിങ്ങൾ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യണം. ബാബയുടെ ഓർമ്മയിൽ ശരീരം വിടണം. ഒരു മിത്ര സംബന്ധികളെയും ഓർമ്മ വരരുത്. ഈ പ്രാക്ടീസ് ചെയ്യണം. ബാബയെ ഓർമ്മിക്കണം, നാരായണനാകണം. ഈ അഭ്യാസം നല്ലതുപോലെ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരുപാട് പശ്ചാത്തപിക്കും. മറ്റാരുടെയെങ്കിലും ഓർമ്മ വന്നാൽ തോറ്റുപോകും. പാസ്സാകുന്നവർ വിജയമാലയിൽ കോർക്കപ്പെടും. ബാബയെ എത്ര ഓർമ്മിക്കുന്നു എന്ന് തന്നോട് ചോദിക്കണം. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അന്തിമത്തിൽ അത് ഓർമ്മ വരും.
കയ്യിലില്ലെങ്കിൽ ഓർമ്മ വരില്ല. ബാബ പറയുന്നു, എന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല, ഇതൊന്നും എന്റെ വസ്തുവല്ല. ആ ജ്ഞാനത്തിന് പകരം ഈ ജ്ഞാനം കേൾക്കൂ, എങ്കിൽ 21 ജന്മത്തേക്ക് സമ്പത്ത് കിട്ടും. ഇല്ലെങ്കിൽ സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി കളയുകയാണ്. ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കുവാനാണ് നിങ്ങൾ ഇവിടെ വന്നത്. തീർച്ചയായും പാവനമായേ പറ്റൂ. ഇല്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിച്ച് കർമ്മക്കണക്ക് തീർക്കേണ്ടി വരും. പദവിയൊന്നും കിട്ടില്ല. ശ്രീമത്ത് അനുസരിച്ച് നടന്നാൽ കൃഷ്ണനെ മടിയിലിരുത്താം. കൃഷ്ണനെ പോലൊരു പതിയെയോ കുട്ടിയെയോ കിട്ടണമെന്ന് പറയാറില്ലേ? ചിലർ നല്ലതുപോലെ മനസ്സിലാക്കുന്നു, ചിലർ തലകീഴായത് പറയുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബ്രഹ്മബാബ തന്റെ സർവ്വതും ബാബയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഫുൾ പവറും ബാബയ്ക്ക് നൽകി, ചിന്തിച്ചില്ല. ഇക്കാര്യത്തിൽ ബാബയെ ഫോളോ ചെയ്ത് 21 ജന്മത്തേക്ക് പ്രാലബ്ധം ശേഖരിക്കണം. 2. അന്തിമത്തിൽ ഒരു ബാബയല്ലാതെ മറ്റൊന്നും ഓർമ്മ വരാതിരിക്കുവാൻ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടേതായി ഒന്നുമില്ല, എല്ലാം ബാബയുടേതാണ്. ബാബയും സമ്പത്തും ഈ സ്മൃതിയിൽ പാസായി വിജയമാലയിൽ വരണം. വരദാനം: മനസ്സിനെ പൂർണമായും ശ്രദ്ധിക്കുന്ന കയറുന്ന കലയുടെ അനുഭവിയും വിശ്വപരിവർത്തകരുമായി ഭവിക്കട്ടെ. ഇപ്പോൾ അന്തിമ സമയത്ത് മനസ്സിലൂടെ വിശ്വപരിവർത്തനത്തിന് നിമിത്തമാകണം. അതിനാൽ ഇപ്പോൾ മനസ്സിലെ ഒരു സങ്കല്പമെങ്കിലും വ്യർത്ഥമായാൽ വളരെയധികം നഷ്ടം വരും. ഒരു സങ്കല്പം പോലും സാധാരണ കാര്യമായി കാണരുത്. വർത്തമാന സമയത്ത് സങ്കല്പത്തിന്റെ ചഞ്ചലത പോലും ഏറ്റവും വലുതായി കണക്കാക്കുന്നു. കാരണം ഇപ്പോൾ സമയം മാറി, പുരുഷാർത്ഥത്തിന്റെ ഗതിയും മാറി. അതിനാൽ സങ്കല്പത്തിന് തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടണം. മനസ്സിനെ ഇത്രയധികം ശ്രദ്ധിക്കുമ്പോൾ കയറുന്ന കലയിലൂടെ വിശ്വപരിവർത്തകരാകാൻ കഴിയും. സ്ലോഗൻ: കർമ്മത്തിലും യോഗത്തിന്റെ അനുഭവം ഉണ്ടാകുക എന്നാൽ കർമ്മയോഗി ആകുക. അവ്യക്ത സൂചന: കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. താങ്കളും ബാബയും ഈ കമ്പൈൻഡ് രൂപത്തിന്റെ അനുഭവം ചെയ്ത് സദാ ശുഭഭാവന, ശ്രേഷ്ഠ കാമന, ശ്രേഷ്ഠ വാണി, ശ്രേഷ്ഠ ദൃഷ്ടി, ശ്രേഷ്ഠ കർമ്മം, ഇതിലൂടെ വിശ്വ കല്യാണക്കാരി സ്വരൂപത്തിന്റെ അനുഭവം ചെയ്യുകയാണെങ്കിൽ സെക്കൻഡിൽ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയും. സദാ ഈ സ്ലോഗൻ ഓർമ്മിക്കണം: ഒരിക്കലും ഞാൻ പ്രശ്നമാവുകയില്ല, പ്രശ്നങ്ങൾ കണ്ട് ഭയപ്പെടില്ല. സ്വയം പരിഹാര സ്വരൂപമായിരിക്കും, മറ്റുള്ളവർക്കും പരിഹാരം നൽകും. ഈ സ്മൃതി സഫലതാ സ്വരൂപമാക്കും. ഓം ശാന്തി.